കവ്വായി കായലിലെ കല്ലുമായിക്കായ്ക്ക് എന്നും ഡിമാൻഡാണ്. പക്ഷേ ഇത്തവണ നേരത്തെ എത്തിയ മൺസൂൺ ഇവരുടെ നഷ്ടങ്ങൾക്ക് മീതെയാണ് പെയ്തിറങ്ങിയത്. മികച്ച വിളവ് പ്രതീക്ഷിച്ച് കാത്തുനിന്ന കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത്. മെയ് മാസം അവസാനത്തോടെയാണ് കാസർഗോഡ് കവ്വായി കായലിൽ കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് കാലം. കാലവർഷം തുടങ്ങി കായൽ വെള്ളത്തിലെ ഉപ്പുരസം മാറുന്നതിനു മുൻപ് കല്ലുമ്മക്കായ മുഴുവൻ വിളവെടുത്ത് വിപണിയിൽ വിറ്റഴിക്കണം. കല്ലുമ്മക്കായയ്ക്ക് പരമാവധി വളർച്ചയെത്താൻ കാത്തുനിൽക്കുന്നവർക്ക് മെയ് മാസത്തെ ഈ വിളവെടുപ്പ് ഭേദപ്പെട്ട ആദായം നൽകിയിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷയാണ് ഇത്തവണ പാടെ ഇല്ലാതായത്. ഈ കല്ലുമ്മക്കായ പോയെന്ന് വെച്ചാൽ ഇപ്പോഴില്ല, പെട്ടെന്നില്ല മഴ കാരണമാണ് എല്ലാം ഇതായിന്. അല്ലെങ്കിൽ ഈ മഴ എന്ന് വെച്ചാൽ ഈ മാസം കഴിഞ്ഞാൽ സാധാരണ മഴ വരാറുള്ളൂ. പെട്ടെന്ന് മഴ വന്നു മൊത്തം നശിച്ചു. മഴ വന്നാൽ ഇപ്പ് മാറി. ഇപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ഉപ്പ് വെള്ളമുണ്ടെങ്കിൽ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഇത് പെട്ടെന്ന് പുഴയിൽ വെള്ളത്തിന് മാറ്റം വന്നു. ഒന്നും പ്രതീക്ഷിക്കാത്ത എല്ലാവരും ഇതല്ലേ. പ്രാദേശികമായി വിറ്റഴിക്കുന്നതിന് പുറമെ ഇതര ജില്ലയിൽ നിന്നും കല്ലുമ്മക്കായ്ക്ക് ആവശ്യക്കാർ എത്താറുണ്ട്. കിലോഗ്രാമിന് 200 രൂപ തോതിലും ചാക്ക് കണക്കിലുമൊക്കെയാണ് കണ്ണൂർ തലശ്ശേരി ഭാഗങ്ങളിലേക്ക് കല്ലുമ്മക്കായ കൊണ്ടുപോയിരുന്നത്. എന്നാൽ അണമുറിയാതെ പെയ്ത മഴയിൽ കല്ലുമ്മക്കായകൾ വാ തുറന്നു തുടങ്ങിയതോടെ ആരും വാങ്ങാതെയായി. ആദ്യമൊക്കെ കിലോയ്ക്ക് 100 രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ 50 രൂപ പോലും ലഭിക്കുന്നില്ല. വാ പിളർന്നു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമാകുന്നതിനാലാണ് കല്ലുമ്മക്കായ്ക്ക് വിപണി നഷ്ടപ്പെടുന്നത്. മുൻകൂർ പണം നൽകാതെ കല്ലുമ്മക്കായ കേടുകൂടാതെ വിൽപ്പന നടത്താൻ കഴിഞ്ഞാൽ മാത്രം പണം നൽകാമെന്ന ധാരണയിലുമൊക്കെയാണ് കല്ലുമ്മക്കായുടെ വിളവെടുപ്പ് നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ അധ്വാനത്തിനുള്ള കൂലി പോലും ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത്. ന്യൂസ് 18 വലിയ പറമ്പ.